ശാന്ത ടീച്ചറെ ഇരുന്നത് ഈ റൂമിലാണ്. ഈ ചുമരില്ല. അപ്പൊ അത് പുതിയതായിട്ട് വന്നാണ്. ഇത് ഞങ്ങൾ കാലി കെട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു 10 കൊല്ലത്തിനാൽ ഇങ്ങോട്ട് കെട്ടിയതാണ്. കാര്യം മനസ്സിലായ? അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ഒരു വഴി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ കിണറുണ്ട്, അത് വെള്ളം വെക്കാനും അതിനൊക്കെ. ഈ ചുമര് ഞങ്ങൾ അത് പോയ പിന്നെ കെട്ടിയതാണ്. നേരത്തെ ഇതിങ്ങനെ 2 തൂണ് വെച്ചിട്ട് ഇപ്പോൾ ഫ്ലാറ്റാണ്. ഈ മണ്ണാണോ ചുമരിൻ്റെത്? ചുമര് മണ്ണുകൊണ്ട് കല്ലുകൊണ്ട്. ഇത്രയ്ക്ക് ഇങ്ങനെ ഇടതരത്തിട്ട് ഇവിടെയാണ് താമസിച്ചത്. അത് ശരി. ഇത് പുറത്തേക്ക് വഴിയില്ല അവിടെ നിന്നല്ലേ? ഇല്ല. ഇതാണ് അവരുള്ള താമസ സ്ഥലം. അപ്പൊ ആ സമയത്ത് അപ്പുറത്ത് ആരെയും താമസിക്കണ്ടോ? ഇല്ല ഇല്ല, ഞാൻ നെല്ലുകോട്ടല്ലേ. നെല്ലുകോട്ടൽ. ഓ അത് ശരി. അപ്പൊ ഒരു 1.5 മുറിക്കകത്താണ് ഇവരുടെ താമസം. അച്ഛനും അമ്മയും ടീച്ചറും. അവരൊന്നുമില്ല. അച്ഛനെ ഒരു ദിവസം എങ്ങനെ കണക്കൂട്ടിയെടുത്താണത്? ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾക്ക് അറിയാം 40 ദിവസം. അല്ല, അതിന്റെ എന്തെങ്കിലും പഴയ കാലത്തെ ഒരു രജിസ്റ്റർ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. ഇവിടെ പഠിപ്പിക്കാൻ മേട്ടായി വന്നാലും ഇവിടെ താമസിക്കേണ്ട കേട്ടപ്പോൾ ശരി പറഞ്ഞു. അവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? മാത്രമേ കൊടുത്തുള്ളൂ. വേറെ ആർക്കും ഒന്നും കേട്ട് കൊടുക്കില്ല. കാര്യം ചോദിച്ചാൽ ഇവിടെ ഉപയോഗം ഉണ്ടല്ലോ. ഇത് ഒരു നല്ല കാര്യത്തിന് വന്നു എന്നുള്ള നിലക്ക് കൊടുത്താണ്. കൊടുക്കില്ല. ഇതിപ്പോ ആർക്കും കേൾക്കുന്നു, കൊടുക്കില്ലല്ലോ. ഇത് കൊയ്ത നെല്ലുകോട്ടന്റെ. നെല്ല് ആണ് അപ്പുറത്ത് ഇടുന്ന. 30 വണ്ടി 40 വണ്ടി 50 വണ്ടി നെല്ലുണ്ടായില്ലേ? 50 വണ്ടിയോ? അപ്പൊ എത്ര പറയുന്നു നിങ്ങൾക്ക്? 15 ഏക്കർ ഉണ്ട് ഇവിടെ. 15 ഏക്കർ. അത് പറക്കണക്കിൽ എങ്ങനെയാ പറയണ? പറക്കണക്കില് 150 പറക്കും. 150 പറ. ഏക്കറിക്ക് 4 വണ്ടി നെല്ല് കിട്ടി. എത്രയായി? ഇവിടെ താമസമൊന്നുമില്ല. അന്ന് തൊട്ട് ചേട്ടൻ്റെ അച്ഛനാണ് മാനേജറായിട്ടുള്ളത്. അത് ഇവിടെ ഒന്നും അവർക്ക് അറിയില്ല, കണ്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. വലിയ ആൾക്കാർ വന്നപ്പോ ഇതിന് കൊടുക്കണമെന്ന് മാത്രം. നിറച്ച് പാറ്റ. ഇനി വരുമ്പോ നമ്മൾ മരുന്നൊക്കെ അടിക്കാം. ജനലില്ല അല്ലേ ഇതിന്? ജനലില്ല. നെല്ല് കൊട്ടിയാൽ അറുന്നൂടി കൊട്ടി വെച്ചിട്ട് പോവാണല്ലോ. ഇത് പണ്ട് അവര് താമസിക്കുമ്പോഴും ഇപ്പുറത്ത് നെല്ല് ഇടുന്നുണ്ട് അല്ലേ? കളപ്പരയായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു നൂറ്റാണ്ടിനപ്പുറം പഴക്കമുണ്ട് ഇതിനല്ലേ? ഈ കൂര കണ്ടിട്ട് അത്രയും പഴക്കം തോന്നുന്നുണ്ടോ? ഞങ്ങൾ 2 പ്രാവശ്യം പേച്ച് വർക്ക് ചെയ്തു. ഈ മുറ്റത്ത് ഈ സിമെന്റ് ഇട്ടത് പിന്നീടാണോ? അതൊക്കെ ഞങ്ങൾ ഇട്ടതാണ്. ഈ അടുത്ത് അല്ലേ? ഈ അടുത്ത് 10-20 വർഷം മുൻപ്. ഇത് ഈ കല്ല് പശുവിനാട്ടുന്നത്.
അപ്പൊ ഈ ഒരു ചുമര്, ആ മുറിയുടെ ചുമര് മാത്രം പിന്നീട് കൂട്ടിച്ചേർത്താണ് അല്ലേ? അത് ഫ്ലാറ്റായി കടന്നിട്ട് കൊടുത്താണ്. ഇതോ ഇവിടെ എന്തായിരുന്നു? അതുകൂടി കൊടുത്താണ്. ആ ചുമരെടുത്തപ്പോൾ അങ്ങനെ ഫ്ലാറ്റായില്ല, അതിലേക്ക് ഇറങ്ങാല. ഇവിടെ ഇതും അവര് താമസിച്ചിരുന്നാണ്. അവിടെയാണ് ചാപ്പടൊക്കെ വയ്ക്കുന്നത്. അത് ശരി. അവിടെ ചുമര് മുട്ടിച്ച് വെച്ചാണ്. അത് ശരി. ഈ മുറ്റത്തത് ഇട്ടിട്ട് ഒരു 10-40 വർഷമായിട്ടുണ്ടാവുള്ളൂ അല്ലേ? ചുരുട്ട് മരിക്കാൻ വേണ്ടി നെമ്മണി കല്ലിപ്പോണതിന് ഇട്ടതാണ്. ഈ കഷ്ണം, ഈ കൊച്ചി മുറി പിന്നീട് വന്നാണ് അല്ലേ? പിന്നീട് അതിലൊരു ഘടന മൂന്നാളാണ്. അതിൽ പാർട്ടിഷൻ കഴിച്ചിട്ട് അവൻ കഴിച്ചതാണ്. ആ വീടുമില്ല, മുറ്റത്തെ മുന്നിലുള്ള വീടുമില്ല. അത് ഇതിൽപ്പെട്ട സ്ഥലമാണ്. എന്റെ അടുത്ത് ഒരു വരം വരാൻ പറഞ്ഞ മരിപ്പിനെ വന്ന് ഞാൻ വലിച്ചാൽ വരെ വരെ അന്ന് ഇത്ര ഇതൊന്നും ഇല്ലല്ലോ. അതാണ് പള്ളി പുതുക്കി കൊണ്ടുപോകും. നേരത്തെ പള്ളിയിൽ മോശം വോട്ട് കഴിയുന്നു. ഇപ്പോൾ പുതുക്കി പൈസ കഴിയപ്പോൾ ചെയ്തു. ആരോ സംഭാവന ചെയ്തല്ലേ? സംഭാവന ചെയ്തു. അത് ഗൾഫിൽ നിന്നുള്ളൊരു ലത്തീഫ് ഞാൻ സംഭാവന ചെയ്യാൻ ഇതൊക്കെ എടുക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് എടുക്കാൻ പറ്റില്ല. ഈ പാടമൊക്കെ അയാൾ എടുക്കാൻ പറ്റും. നോവലിനത്ര ഇതായിട്ടില്ലേ? മൊബൈലിൻ്റെ ആളല്ലേ പുള്ളി? പള്ളി എവിടെ നിന്ന് വന്നാണ്? ഏറ്റവും കൂടുതൽ രണ്ടാമത് എനിക്ക് മൊത്തം വിളിക്കാൻ ഗൾഫല്ലേ? എങ്ങനെ കൊടീശ്വരനാണ്, ഒരു പുസ്തകം വായിച്ചിന് ആരാധന വരുന്നതാണ്. അങ്ങനെയാണ് കുറിപ്പിന് വേണ്ടി കൊടുത്തത് അല്ലേ? ആ ഭാഗത്തെ ഞങ്ങളുടെ ഭാഗം ഇല്ലാതെ ഈ ഭാഗത്ത് കോൺഗ്രസ് കൂടുതലല്ലേ? ഇവിടെ കൂടുതലോ സർക്കാരുണ്ട് അതിനകത്ത് ദിവസം അല്ലെങ്കിൽ പത്ത് കഴിഞ്ഞാൽ കാര്യത്തിൽ വരും. അപ്പോൾ വിളിച്ച് നമ്മൾ മകനില്ല ശ്രീരാമയുടെ മരുമകളാണ് ശിവന്റെ അമ്മ അമ്മ അവർക്ക് അപ്പുറത്തെ കൃഷിമായിരുന്നു ആ കൃഷി എടുക്കും. 2 കൃഷി സാധാരണ ശിവനാഥ് 2 കൃഷിയാണ്. ഒന്ന് മരുമകൾക്ക് കൊടുത്ത് ഒന്ന് വരുമ്പോൾ പക്ഷേ
ഒന്ന് മരുമകൾ ഞങ്ങൾക്ക് കൊടുക്കും, ഒന്ന് ഞങ്ങളുടെ മകന് കൊടുക്കും. കുട്ടികൃഷ്ണനായർ അത് 4 ലക്ഷം കൂടെ കുട്ടികൃഷ്ണനായർ ജോലി നാരായണകുട്ടി അതുപോലെ കണ്ട് മോശമായിരുന്നു. അല്ല ഈ പള്ളിയിലെ ഈ സ്ഥാനത്ത് പഴയ കാലത്തുണ്ടായിരുന്ന പള്ളി ഉണ്ട്. പഴയ കാലത്തിൽ നല്ല കുളം അവരോട് ചോദിച്ചിട്ട് എടുക്കുന്നത് പള്ളിയാണ്. വലിയ കുളമാണ്. പള്ളിയും തന്നെ പള്ളി മെയിൻ അത് ചോദിച്ചെടുക്കും. പള്ളി ഫോട്ടോ എടുക്കുമ്പോൾ അവരെ നമ്മുടെ ആൾക്കാരെ കൊണ്ട് ചേട്ടാ ഒന്ന് ചോദിച്ചിട്ടെടുക്കാം. അത് നമ്മൾ പറയുമല്ലോ, നമ്മുടെ കടമയുള്ളത്. എന്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യതാണ് ആവശ്യം കഴിഞ്ഞിട്ട് അവരും അവരുമായിട്ട് പോയി. അതാണ് പ്രശ്നം. അത് ഞങ്ങൾ 3-4 അനുഭവമായി. അതാണ് ഈ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് പള്ളി. കുളം സൈഡ് കെട്ടാതെ വഴിയില്ല. ഞങ്ങൾ കെട്ടിയിരുന്നിട്ട് ഞങ്ങൾ സ്വന്തം ചിലയിൽ കെട്ടി കുളം തൊട്ടത് മൂവില്ല. പഴയ കല്ല് പള്ളിൻ്റെ ആ ഒരു കുണ്ടത്തില്ല, ആ പഴയ പള്ളിൻ്റെ തെറ്റി ഇപ്പോഴാ വെള്ളത്തിൽ നിന്നില്ല. അവിടെ കാണില്ല. പഴയ പള്ളിൻ്റെ ആ ബീമില്ലേ ഇതേപോലത്തെ ഒന്നുമില്ല. എല്ലാവരും കേട്ടോ പുളിയടക്കം ഇല്ലാണ്ടായി. അറിഞ്ഞു മറ്റേ